ചോദ്യപേപ്പർ ചോർച്ച കേസിൽ പ്രതിയാക്കിയതിൽ വിചിത്രവാദവുമായി യൂട്യൂബ് ചാനലായ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബ്. തന്റെ കാർ സുഹൃത്തോടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ തന്നെ പ്രതി ചേർത്തത് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് മുഹമ്മദ് ഷുഹൈബിന്റെ വാദം. യൂട്യൂബ് ചാനലിലൂടെയാണ് മുഹമ്മദ് ഷുഹൈബിന്റെ പ്രതികരണം. എൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എൻ്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ടത് നൽകുകയും അയാളത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കട്ടെ. ആ കാറ് തിരിച്ചു നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിൻ്റെ ഉടമസ്ഥനാരായിരിക്കും അതിൻ്റെ ഒരു പ്രതിയായിരിക്കും. ഇത് തന്നെയാണ് എനിക്ക് എന്നെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി. രാഹുൽ, വളരെ വിചിത്രമായൊരു വാദഗതിയുമായി മുഹമ്മദ് ഷുഹൈബ് മുന്നോട്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? അനുജ, പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് MS സൊല്യൂഷൻ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ് അടക്കം 4 പേരുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. ഈ അറസ്റ്റിന് ശേഷം നിരവധി തവണ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് മുഹമ്മദ് ഷുഹൈബ് അടക്കമുള്ള ആളുകൾ ജാമ്യത്തിലിറങ്ങിയത്. ഇതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷുഹൈബിന്റെ MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ ഇതിൽ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് ഈ യൂട്യൂബ് ചാനലിലൂടെ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അദ്ദേഹം പുറത്തു വിട്ടിരിക്കുന്നത്. ഇതിൽ 10 മിനിറ്റ് മുതൽ 11:30 മിനിറ്റ് വരെയുള്ള സമയത്താണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ന്യായീകരണം നൽകിയിരിക്കുന്നത്. അതിൽ പറയാതെ പറയുന്നു താൻ ഇതിനകത്ത് നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല, താൻ ഇതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് മുഹമ്മദ് ഷുഹൈബ് പറയുന്നത്. അതിനുവേണ്ടി ഒരു ഉദാഹരണം പറയുന്നത്, തൻ്റെ കാറ് സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും ആ കാറിന്റെ ഉടമ എന്ന നിലയിൽ പ്രതി ചേർക്കും. ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയാണ്. അതിനർത്ഥം ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ നേരിട്ട് മുഹമ്മദ് ഷുഹൈബ് പങ്കെടുത്തില്ല. പകരം തന്റെ സുഹൃത്ത്, അതായത് അവിടുത്തെ അധ്യാപകരായ 2 പേരാണ് ഈ പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ 2-3 പ്രതികൾ. അത് മാത്രമല്ല 4ാം പ്രതിയായിട്ടുള്ളത് മലപ്പുറത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ പിയൂൺ കൂടിയാണ്. അതുകൊണ്ട് മറ്റ് 3 പേർ ചെയ്ത തെറ്റിന് ഈ മുഹമ്മദ് ഷുഹൈബിനെ കൂടി പ്രതി ചേർത്തിരിക്കുന്നു എന്ന വിചിത്രവാദമാണ് അദ്ദേഹം ഈ യൂട്യൂബ് ചാനലിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ചാപ്റ്റർ 2 എന്ന തലക്കെട്ടോടെയാണ് മുഹമ്മദ് ഷുഹൈബിന്റെ ഈ വീഡിയോ ഉള്ളത്. അതിനർത്ഥം വീണ്ടും ഈ ട്യൂഷൻ ക്ലാസ്സുകളുമായി അദ്ദേഹം യൂട്യൂബിൽ സ്ഥിരമായി പോകാൻ പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനുവേണ്ടി അദ്ദേഹം പറയുന്നത് 7, 8, 9, 10 അതോടൊപ്പം 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി പ്രത്യേക യൂട്യൂബ് ചാനലുകൾ പ്രവർത്തിക്കും. താൻ മുമ്പ് ചെയ്ത എങ്ങനെയാണോ അതേപോലെ വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യാനും അവരോടൊപ്പം മുന്നോട്ട് പോകാനുമാണ് തൻ്റെ തീരുമാനം. ഇത്തരത്തിലുണ്ടായ സംഭവങ്ങൾ അത് സാങ്കേതിക പ്രശ്നം എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥികളോടായി ഈ വീഡിയോയിൽ പറയുന്നത്. ആ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു, വീണ്ടും സജീവമായി ഈ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകുന്ന കാര്യം കൂടി ഈ ഇന്നലെ പുറത്തിറക്കിയ 13 മിനിറ്റുള്ള വീഡിയോയിൽ മുഹമ്മദ് ഷുഹൈബ് പറയുന്നുണ്ട്. അനുജ, അദ്ദേഹം ഇപ്പോൾ കോടതിയൊക്കെ ഇടപെട്ട ഒരു കേസാണ്. അതിൽ ഈ തരത്തിലേക്കൊക്കെ പ്രതികരണം നടത്തുന്നത് എത്രത്തോളം നിയമപരമായി കൂടി ശരിയാണ് രാഹുൽ? അനുജ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ 1ാം പ്രതിയാണ് MS സൊല്യൂഷൻസ് CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബ്. അത് മാത്രമല്ല മുഹമ്മദ് ഷുഹൈബിന്റെ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന 2-3 പ്രതികൾ അവിടുത്തെ അധ്യാപകർ കൂടിയാണ്. 4ാം പ്രതി ഈ പരീക്ഷാ പേപ്പർ ചോർത്തി നൽകിയ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. ഇതിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി മുഹമ്മദ് ഷുഹൈബ് രംഗത്തെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ധൈര്യം എത്രത്തോളമാണെന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കണം. അതുമാത്രമല്ല, വിദ്യാർത്ഥികളെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കാനും ഈ വീഡിയോ അദ്ദേഹം ഉപയോഗിച്ചു എന്നും പറയണം. കാരണം ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കൃത്യമായ തെളിവുകൾ ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പലതവണ പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു നിരവധി തവണ മുഹമ്മദ് ഷുഹൈബിനെ ചോദ്യം ചെയ്തത്. പക്ഷേ ആ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുപരി അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് അപകടം ഉണ്ടാക്കുകയും അതിൽ താൻ ഉടമയാണെങ്കിൽ തന്നെ കുറ്റം ചെയ്യും, അതിൽ പ്രതി ചേർക്കും എന്ന ഒരു ഉദാഹരണം സഹിതം ഒരു ന്യായീകരണം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വിചിത്രമായൊരു ന്യായീകരണവുമായാണ് MS സൊല്യൂഷൻസ് CEO മുഹമ്മദ് ഷുഹൈബ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ കാർ സുഹൃത്തോടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കും എന്ന തരത്തിലേക്കാണ് തന്നെ പ്രതി ചേർത്തതിനെ അങ്ങനെ കണ്ടാൽ മതി എന്നുള്ള വിചിത്ര ന്യായവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നു മുഹമ്മദ് ഷുഹൈബ്.